ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയാലോ. തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്, ഏതൊരാൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കർ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ 2 ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് സവാള നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയുടെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പളവിൽ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ച പട്ടാണിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ളതാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അല്പം ബീൻസ് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 4 വിസിലിന് വേവിച്ചെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അരക്കപ്പളവിൽ ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്പം അണ്ടിപ്പരിപ്പാണ്. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു രുചിയായിരിക്കും നമ്മുടെ കുറുമക്ക്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 3 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ വിതറി കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.